നോക്കൂ, ഇതിനകത്ത് ആശയക്കുഴപ്പമുണ്ട് എന്ന് മാത്രമല്ല, ഒരു നിലപാടില്ലായ്മയുടെ പ്രശ്നം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പം നേരത്തെ സുജയ പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ അതിൽ പങ്കെടുക്കണ്ട എന്ന് നേതൃത്വം തീരുമാനിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നു. പക്ഷേ ആ പാർട്ടിക്കകത്ത് വിവിധ നേതാക്കൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, രാജ്യത്ത് ഒരു രാമക്ഷേത്രം, മറിച്ച് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ട് കോൺഗ്രസിന് ഒറ്റക്കെട്ടായി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ആ പാർട്ടി അനുവർത്തിച്ചു പോരുന്ന നിലപാടില്ലായ്മയുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇപ്പോൾ BJP പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്വം പറഞ്ഞിരുന്നു. ഇപ്പം LK അദ്വാനി ബി ജെ പി ഒരു മതേതര പാർട്ടിയാണെന്നും BJPയുടെ മതേതരം പോസിറ്റീവ് സെക്കുലറിസമാണെന്നും പറഞ്ഞു. പോസിറ്റീവ് സെക്കുലറിസം എന്നതിന് അദ്ദേഹം ഒരു നിർവചനവും നൽകി. എന്താണത്? തുല്യനീതി, ആരോടും പ്രീണനമില്ല. അപ്പം എന്താണ്? തുല്യനീതിയാണ് എല്ലാ മതങ്ങൾക്കും ലഭിക്കേണ്ടത്, ആരെയും ഞങ്ങൾ പ്രീണിപ്പിക്കില്ല. അന്ന് BJP കോൺഗ്രസിൻ്റെ മതേതര നിലപാടിനെ കുറിച്ച് പറഞ്ഞ വാക്കെന്ന് പറയുന്നത് സ്യൂഡോ സെക്കുലറിസം എന്നാണ്. അത് നിരന്തരം നമ്മൾ ഈ സുഷമാ സ്വരാജിൻ്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങളിൽ നിരന്തരം കോൺഗ്രസിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് സ്യൂഡോ സെക്കുലറിസമാണ് വെച്ച് പുലർത്തുന്നത്. അതായത് ഏകപക്ഷീയമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ ബലി കഴിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അത് മാറ്റിക്കൊണ്ട് ഞങ്ങളിവിടെ സ്ഥാപിക്കാൻ പോകുന്നത് തുല്യനീതിയും ആരോടും പ്രീണനവും ഇല്ലാത്തൊരു മതേതരത്വമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് BJPക്ക് മതേതരത്വം എന്നൊരാശയം മുന്നോട്ട് വെക്കേണ്ടി വന്നു. അതിൻ്റെ നിർവചനത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അത്തരമൊരു ആശയം മുന്നോട്ട് വെക്കേണ്ടി വന്നു. എന്നാൽ 2000 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ മതേതരത്വം എന്നുള്ള ആശയത്തെ അവർ പൂർണ്ണമായും അങ്ങ് വിട്ടുകളഞ്ഞു. മറിച്ച് ഇപ്പുറത്തെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ മതേതരത്വം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മികച്ച ഹിന്ദു ആരാണെന്ന് തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. മികച്ച ഹിന്ദു ആരാണ് എന്നാണ് ചോദ്യം പിന്നെ വരുന്നത്. അത് വലിയ മാറ്റമാണ്. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ശിവൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞു, പൂണുനൂല് ധരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് വ്യക്തമാക്കേണ്ടിയിരുന്നത്. മികച്ച ഹിന്ദു ആരാണ് എന്നുള്ള ചോദ്യമല്ല അവിടെ, അത് സ്ഥാപിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന് വീഴ്ച പറ്റുന്നത്. പിന്നെ എല്ലാവരും തുടർച്ചയായിട്ട് ഞാനാണ് ബെറ്റർ ഹിന്ദു ദാൻ BJP എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗിൻ്റെ ആദ്യത്തെ പ്രതികരണം, ഈ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമൊക്കെ ഇൻവിറ്റേഷൻ വന്നപ്പോൾ അത് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്താ സമ്മേളനം നടത്തിയത് ദിഗ്വിജയ് സിംഗ് ആണ്. അപ്പോൾ ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കുന്നുണ്ട് വാർത്താലേഖകരെ, താങ്കൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്, നല്ല ഹിന്ദുക്കളെ ക്ഷണിച്ചിട്ടില്ല എന്ന്. അതെങ്ങനെയാണ് ഈ നല്ല ഹിന്ദു മോശം ഹിന്ദു എന്ന് പറയുക? ഇവിടെയാണ് ഈ പറയുന്ന പ്രശ്നം. വെച്ചാൽ നമ്മളുടേതല്ലാത്തൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മളെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന്. ഈ പറയുന്ന ഇന്നിപ്പോൾ സരയൂ നദിയിൽ കുളിച്ച് രാമക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്ന ഈ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ചതിൻ്റെ പേരിലോ ഇന്ന് രാമക്ഷേത്രം സന്ദർശിച്ചതിൻ്റെ പേരിലോ ഒരു വോട്ട് കിട്ടില്ല. ഒരു വോട്ട് കിട്ടുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല, വോട്ട് പോവുകൂടി ചെയ്യും. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. അങ്ങേയറ്റം ഈ ലോകം മുഴുവൻ വെച്ചാൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇവൻ്റാണ് ഈ പറയുന്ന 22-ാം തീയതി നടക്കുന്ന ഇവൻ്റ് എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർമ്മിക്കലല്ല. ഇവിടെ ഭൂരിപക്ഷം അതിൻ്റെ രാഷ്ട്രീയ അധികാര ശക്തി ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ബിംബമായി പിൽക്കാലത്ത് വിലയിരുത്തപ്പെടാൻ പോകുന്നൊരു കാര്യമാണ്, ചരിത്രത്തിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നൊരു കാര്യമാണ്. ആ സ്ഥലത്ത് പോയി ഇപ്പോൾ ആരാധന നടത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ പദ്ധതിയാണ് ഇത് എന്ന് വ്യക്തതയുണ്ട് എങ്കിൽ, ആ രാഷ്ട്രീയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തതയുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അത് ഒരാളും പോകാൻ പാടില്ല. താഴെ ഒരു വലിയ പ്രസ്താവനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, പക്ഷേ നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അങ്ങേയറ്റം കോൺട്രവേഴ്സ്യലായ ഒരു സംഭവത്തിന് പങ്കാളിയാവുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് നയം സാധ്യമല്ല. നിങ്ങൾ മികച്ച ഹിന്ദുവാകാൻ ശ്രമിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചടി. നിങ്ങൾ മതേതരത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഞാനാണ് LK അദ്വാനിയേക്കാളും അല്ലെങ്കിൽ നരേന്ദ്രമോദിയേക്കാളും മുരളി മനോഹർ ജോഷിയേക്കാളും
രാഷ്ട്രീയക്കാരെക്കാളും മികച്ച ഹിന്ദു എന്ന് തെളിയിക്കാനല്ല രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെടേണ്ടത്. മറിച്ച് ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാനും അങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാകാനോ ആ പരിസരത്തേക്ക് പോകാനോ ഞങ്ങൾ തയ്യാറല്ല എന്നും പറഞ്ഞ് ആ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടതിന് പകരം ഒരു കയ്യിൽ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, താല്പര്യമുള്ളവർക്ക് പോകാം, വിശ്വാസികൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴകുഴമ്പൻ നിലപാടെടുക്കുകയല്ല വേണ്ടത്. ഇത് ചരിത്രപരമായ വിഡ്ഢിത്തമാണ്. ഇത് അങ്ങേയറ്റം പ്രതിലോമകരമാണ്. Meet the editors.